കൂപ്പിക്കോളൂ. ഇനിയും കൈകൂപ്പേണ്ട എത്രയോ സംഭവ പരമ്പരകൾ നിന്റെ മകൻ കൃഷ്ണനിൽ അന്തർലീനമായിരിക്കുന്നു. ഇല്ല, അസംഭവ്യം, അചിന്ത്യം, അയുക്തികം. സ്തുതിപാഠകന്മാരായ സൂതന്മാർ മനോധർമ്മത്താൽ പെരുപ്പിച്ചു പാടുന്ന വീരഗാഥകൾ. സേനാപതി, അങ്ങത് പറയുമ്പോൾ കംസ സൈന്യാധിപന്റെ മുഖമല്ല, പ്രീതികാംക്ഷിയായ ഒരു സൂതമുഖമായിരുന്നു അങ്ങേക്ക്. ഇല്ല മഹാപ്രഭു, ഈ ഉള്ളവൻ തരിമ്പും മനോധർമ്മം ചേർത്തിട്ടില്ല. കേട്ടതുപോലെ പറഞ്ഞു, അത്രമാത്രം. എങ്കിൽ കേട്ടത് ഏതോ സ്തുതിപാഠകനിൽ നിന്ന്. അല്ല മഹാരാജൻ, നമ്മുടെ ചാരന്മാർ തന്ന വിവരമാണ്. സത്യം? മഹാപ്രഭു, നാം അത് വിശ്വസിക്കില്ല. ഒരു നീർപ്പാമ്പിനെ പോലും കൊല്ലാനുള്ള പ്രായമാകാത്തൊരു ബാലൻ കാളിന്തിയിൽ ചേക്കേറിയ മഹാവിഷസർപ്പത്തിന്റെ പത്തികളിൽ നിന്ന് രക്ഷപ്പെടാനോ പണങ്ങളിൽ നൃത്തം ചവിട്ടാനോ? അങ്ങ് പഴയ കാര്യങ്ങൾ പലതും മറന്നതുപോലെ നാം അയച്ച പൂതന, ശകടൻ, തൃണാവർത്തൻ, വത്സാസുരൻ, ബകൻ, അകൻ എല്ലാവരെയും വധിച്ചത് അവനല്ലേ? മഹാമായാവിയാണവൻ. കാളിയനെ തുരത്തുക മാത്രമല്ല, പത്തികൾ അഞ്ചിലും കരയേറി നിന്ന് നർത്തനമാടിയത്രേ. അവസാന നർത്തനം, ആടിത്തീരാൻ പോകുന്ന ഒരു ജന്മത്തിന്റെ അന്തിമ നടനം. മഹാനടനമൂർത്തിയായ ശ്രീ പരമേശ്വര, ഭവഭക്തനായ നമ്മുടെ കരങ്ങളാൽ അത് സംഭവിപ്പിച്ചാലും. കംസ മഹാരാജാവ് നീണാൾ വാഴട്ടെ. പ്രദ്യോത, കേട്ടില്ലേ പുതിയ കഥ, കാളീയ മർദ്ദനം? ഉവ്വു മഹാപ്രഭു. എന്നിട്ട് വെറുതെ ഇരിക്കുകയാണോ? കേട്ട കഥകളുടെ പുതുമ നശിക്കും മുമ്പേ മറ്റൊരു കഥ കേൾപ്പിക്കണം മാലോകരെ. അടിയൻ. ഓച്ഛാനിക്കാനല്ല, നിർദ്ദേശിക്കാനാണ് നാം മന്ത്രിയെ വിളിപ്പിച്ചത്. ആരെ അയക്കാം ഇനി? സന്നദ്ധനായ ഒരാൾ വരുന്നുണ്ട് മഹാപ്രഭു. ആര്? പ്രലംബാസുരൻ. കംസ മഹാരാജാവ് നീണാൾ വാഴട്ടെ. നീണാൾ വാഴട്ടെ. പ്രലംബൻ, അത് സഫലമാക്കേണ്ടത് അങ്ങാണ്. കൽപ്പന പോലെ. സജീവ, പ്രലംബൻ ഏതു മാർഗത്തിലാണ് ഗോപബാലവധം നിർവഹിക്കേണ്ടത്? അത് കൽപ്പിക്കാൻ മന്ത്രിക്കൊരു ഊഴം. പ്രഭു, സദാ ഗോപപാലന്മാരും ഒത്താണ് അവന്റെ സഞ്ചാരം. ഒരു ഗോപപാലനായി ചെല്ലണം പ്രലംബൻ. സൗഹൃദം സ്ഥാപിച്ച് കൂട്ടത്തിൽ കൂടണം. വിനോദങ്ങൾക്കിടയിൽ ഒരു ചതി, അതാണ് ഉചിതം മഹാപ്രഭു. സേനാപതി, മതിയോ? മതി മഹാപ്രഭു. കേട്ടല്ലോ പ്രലംബൻ, അന്തക ബാലന്റെ ചോരക്കറ പുരണ്ട കൈകളുമായി എത്തിയാൽ അർദ്ധരാജ്യം പോലും താങ്കൾക്ക് സ്വന്തം. ചെല്ലു, പൂർവഗാമികളുടെ രുധിര ഗന്ധത്തിൽ നിന്ന് ആവേശമാർജിച്ച് അടിയൻ. പോയി വരൂ. കൃഷ്ണ, 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 കൃഷ്ണ. എന്താ എന്താ ദേവകി? കൃഷ്ണൻ, കൃഷ്ണൻ വന്നിരുന്നു ഇവിടെ. ദേവി കിനാവ് കണ്ടതാണല്ലേ? ആയിരിക്കാം. വൃന്ദാവനത്തിലൂടെ ബലരാമനൊത്ത് കൃഷ്ണൻ നടക്കുന്നു. ഇരുവരുടെയും തോളത്ത് ചോരയിട്ട് വീഴുന്ന രണ്ട് കൂറ്റൻ ആനക്കൊമ്പുകൾ, അതാ ആദ്യം കണ്ടത്. പിന്നെ ഈ കാരാഗ്രഹത്തിൽ കൃഷ്ണൻ മാത്രമായി എത്തി. അരികിലിരുന്ന് അമ്മേ എന്ന് വിളിച്ചു. എന്നിട്ട് എന്താ ചോദിച്ചെന്നറിയാമോ? അമ്മയ്ക്ക് ഉറങ്ങാൻ ഒരു വേണുഗാനം പാടിത്തരട്ടേന്ന്. സമ്മതിച്ചു ഞാൻ. അപ്പോ അരയിലെ മഞ്ഞപ്പട്ടുടയാടയിൽ തിരികിയിരുന്ന പൊന്നോട കുഴലെടുത്ത് ചുണ്ടോട് ചേർത്തു. വർണ്ണ തൊങ്ങലുകളും മുത്തുമണികളും ഞാത്തിയിട്ട പൊന്നോട കുഴൽ. അതോടെ ആ മുഖം ധ്യാനസ്ഥമായി. സാന്ദ്ര മൗനത്തിന്റെ ഒരു നിമിഷാർത്ഥം. അപ്പോ ആ മുഖത്ത് ദർശിക്കാനായത് 11 വയസ്സുള്ള ഒരു ഉണ്ണിയല്ല,
14 ലോകങ്ങളും സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന മഹാചൈതന്യത്തെ. പിന്നെ അവിടെ ഒഴുകിപ്പറന്ന വേണുഗാനത്തിന്റെ നാദമാധുര്യം മുഴങ്ങി കേൾക്കുന്നുണ്ടുള്ളിൽ. ദേവ, അറിയുമോ, മഹാകുസൃതിക്കാരനാ കൃഷ്ണൻ. ഈയുള്ളവൾ ആ കുഴൽവിളിയിൽ ലയിച്ചു നിൽക്കവേ എവിടെയോ മാഞ്ഞു കളഞ്ഞു ആ കള്ളക്കണ്ണൻ. കണ്ടത് കിനാവാണെങ്കിലും ദേവി ദുഃഖിക്കേണ്ട. വരും. മധുരാ നഗര വീഥികളിലൂടെ കൃഷ്ണൻ എഴുന്നള്ളും. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യകുലത്തെ മോചിപ്പിക്കാനുള്ള കുഴൽ വിളിയുമുയർത്തി.